ഇസ്രായേലിലെ കർമ്മല മലയിൽ വെച്ച് സ്ഥാപിതമായ ഒരു സന്യാസ സമൂഹമാണ് കർമ്മലീത്ത സഭ. 12-13 നൂറ്റാണ്ടിലാണ് ഈ ക്രിസ്തീയ സമൂഹം ഉണ്ടാവുന്നത്. കത്തോലിക്ക സഭയിൽപ്പെട്ട സന്യാസ സമൂഹമാണ്. കത്തോലിക്ക പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ കർമ്മലീത്ത സഭയെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. പുരോഹിതരും കന്യാസ്ത്രീകളുമൊക്കെയുള്ള എൻ്റെ കുടുംബത്തിൽ അത് അത്ഭുതകരമായ സംഗതിയല്ല. കാർമലൈറ്റ് ഓർഡറിനെയാണ് ഞാൻ കർമ്മലീത്ത സഭ എന്ന് പറയുന്നത്. എൻ്റെ അമ്മയൊക്കെ ഉപയോഗിച്ചിരുന്നത് കർമ്മലീത്ത എന്ന ഭാഷാവത്കരിച്ച പേരാണ്. ഇപ്പോഴും അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് ഇപ്പോൾ ഓർക്കാൻ കാരണം ക്രോയ്ഡനിൽ നിന്നും കിഴക്കോട്ട് സഞ്ചരിച്ച് ഞങ്ങൾ എത്തിയിരിക്കുന്നത് എയിൽസ്ഫെഡ് എന്ന സ്ഥലത്തെ ഒരു കർമ്മലീത്ത ആശ്രമത്തിലാണ് എന്നതാണ്. ഈ എപ്പിസോഡിൽ ഒന്നിലധികം പള്ളികൾ ഞങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. മതപരമായ വിവക്ഷയേക്കാൾ ഞങ്ങൾക്ക് എല്ലാ യാത്രകളും തീർത്ഥയാത്രകൾ തന്നെയാണ്. അതീവ ഹൃദ്യമായ അനുഭവപ്പെടുന്ന ഈ കർമ്മലീത്താശ്രമത്തിൻ്റെ പരിസരത്ത് നിൽക്കുമ്പോൾ അത് തിരിച്ചറിയാനാവും. വാത്തകൾ ജലകേളിയിൽ ഏർപ്പെട്ടിരിക്കുന്ന തടാകത്തിൻ്റെ കരയിലൂടെയാണ് ഞങ്ങൾ പ്രധാന കെട്ടിടങ്ങളിരിക്കുന്ന ഭാഗത്തേക്ക് എത്തിയത്. തടാകത്തിൻ്റെ കരയിൽ വില്ലോ മരങ്ങളുടെ ഇലപ്പച്ച, പൂവിട്ട് നിൽക്കുന്ന മഗ്നോളിയ മരങ്ങൾ, പ്രശാന്തസുന്ദരമായ അന്തരീക്ഷം, എന്തുകൊണ്ടും ഒരാശ്രമത്തിന് ചേർന്ന അന്തരീക്ഷം, ക്രമമില്ലാതെ കാണപ്പെടുന്ന കെട്ടിടങ്ങൾക്കെല്ലാം പുരാതനത്വം, എങ്കിലും പലതും പല കാലത്ത് നിർമ്മിച്ചതാണ് എന്ന് തോന്നും. ചരിത്രം പരിശോധിച്ചാൽ 13-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് പഴയ കെട്ടിടങ്ങൾ നിർമ്മിച്ചത് എന്ന് കാണാം. പ്രധാന പള്ളി ഓപ്പൺ എയറിലാണ്. അൾത്താരയ്ക്ക് മേൽക്കൂര ഉണ്ടെങ്കിലും പ്രാർത്ഥനയ്ക്കും കുർബാന കൂടാനും എത്തുന്ന വിശ്വാസികൾ ഇരിക്കുക നീളൻ കെട്ടിടങ്ങൾക്ക് ഉള്ളിലായി നടുമുറ്റം പോലെ കാണപ്പെടുന്ന ഭാഗത്താണ്. അത് കണ്ടപ്പോഴാണ് ഇവിടെ മുൻപ് വന്നിട്ടുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞത്. 2008 UK സന്ദർശിച്ചപ്പോഴും ചേട്ടൻ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരുന്നു എന്ന കാര്യം ഓർത്തു. ഇവിടം പ്രദേശത്തെ കത്തോലിക്കരുടെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അതിനാൽ ചേട്ടനും കുടുംബവും ഇടയ്ക്കൊക്കെ വരുന്ന സ്ഥലമാണ് എന്ന് മനസ്സിലായി. ഇന്ന് ഈ യാത്രയിൽ ചേട്ടനും സിനിയും ഞാനുമാണ് ഉള്ളത്. മാളു കഴിഞ്ഞ ദിവസം തന്നെ അവളുടെ ജോലിസ്ഥലത്തേക്ക് മടങ്ങിപ്പോയിരുന്നു. വിച്ചു അവൻ്റെ കൂട്ടുകാരെ കാണാൻ ഇംഗ്ലണ്ടിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും വെയിൽസിലേക്കും ഒക്കെ പോയിരിക്കുകയാണ്. മുന്നിൽ തടാകമാണെങ്കിൽ ആശ്രമത്തിൻ്റെ പിന്നിലൂടെ ഒരു ചെറിയ നദി ഒഴുകുന്നുണ്ട്. മെഡ്വേ എന്ന നദിയാണ്. തെംസിൻ്റെ അഴിമുഖ പ്രദേശത്തേക്കാണ് ഈ നദി ചെന്ന് അവസാനിക്കുന്നത്. നദിയുടെ കരയിൽ പ്രശാന്തസുന്ദരമായ ഒരിടം, ഒരു സന്യാസാശ്രമത്തിന് ചേർന്ന പ്രദേശം. അല്പദിവസങ്ങൾ കൂടി കഴിഞ്ഞ് വസന്തമെത്തുമ്പോൾ, മരങ്ങളിലെല്ലാം ഇല വരുമ്പോൾ ഇവിടം കുറച്ചുകൂടി പ്രകൃതിസുന്ദരമാവും എന്നതിന് സംശയമില്ല. പഴമയുടെ ഭാവമുള്ള കെട്ടിടങ്ങൾ പല ഭാഗത്തും കാണാം. കൃത്യമായ ഒരു പദ്ധതിയോടെ നിർമ്മിച്ചതല്ല എന്ന് തോന്നുമാറുള്ള ആ കെട്ടിടങ്ങൾ പോലും പരിസരത്തിന് സവിശേഷമായ ചാരുത നൽകുന്നു. തിരുവനന്തപുരത്ത് പാങ്ങോട് പള്ളി എന്നറിയപ്പെടുന്ന പ്രശസ്തമായ ഒരു കത്തോലിക്ക ദേവാലയമുണ്ട്. കുട്ടിക്കാലം മുതൽ ഞങ്ങൾ സന്ദർശിക്കുന്ന പള്ളിയാണ്. അതും ഒരു കർമ്മലീത്ത ആശ്രമത്തോട് ചേർന്നുള്ള പള്ളിയാണ് എന്നോർക്കുന്നു. സാന്ദർഭികമായി സൂചിപ്പിക്കാം, സിനിയുടെയും എൻ്റെയും കല്യാണം നടന്നതും ആ പള്ളിയിൽ വച്ചാണ്. ഒരുപക്ഷെ ഈ സന്യാസാശ്രമ പരിസരം മതപരമായ ചടങ്ങുകൾക്കുള്ള ഇടം എന്നതിനപ്പുറം ധ്യാനാത്മകമായ ഒരു ഉദ്യാനം പോലെയാണ് തോന്നുക. ഏറ്റവും കുറഞ്ഞത് വിജനമായി കാണപ്പെടുന്ന ഞങ്ങളെത്തിയ ഈ നേരത്തെങ്കിലും. അവിടെ നിന്നും വീണ്ടും കിഴക്കോട്ട് സഞ്ചരിച്ച് ഫേവർഷം എന്ന ഒരു ചെറു പട്ടണത്തിലേക്ക് എത്തി. അവിടെയുള്ള സെൻറ്റ് ജൂഡിൻ്റെ പേരിലുള്ള ചെറിയ ഒരു പള്ളിയിലും കയറി. ഇതും കർമ്മലീത്ത സന്യാസികൾ നടത്തുന്ന ഒരു പള്ളിയാണ്. താരതമ്യേന പുതിയ പള്ളി. 1955 മാത്രമാണ് ഇത് ആരംഭിച്ചത്. കത്തോലിക്കർ പ്രാർത്ഥനയ്ക്കെത്തുന്ന ഒരിടം എന്നതിനപ്പുറം
ചരിത്രപരമായ പ്രത്യേകതയൊന്നും ഈ പള്ളിക്കില്ല. അവിടെ നിന്നും ഞങ്ങൾ തെക്ക് കിഴക്കൻ ദിശയിലേക്ക് സഞ്ചരിച്ചു. ഇതും ഒരു പള്ളി കാണാനുള്ള യാത്രയാണ്. ഒരുപക്ഷെ ഇന്നത്തെ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യസ്ഥാനവും ഇതുതന്നെയാണ്. കാൻറ്റർബറി എന്ന സ്ഥലത്തെക്കുറിച്ച് എപ്പോഴാണ് ആദ്യമായി കേട്ടത് എന്നറിയില്ല. എന്തായാലും വളരെ മുൻപ് തന്നെ കേട്ട് പരിചയമുള്ള സ്ഥലമാണ് കാൻറ്റർബറി. കാൻറ്റർബറി ടെയിൽസ് എന്ന പുസ്തകത്തെക്കുറിച്ചാണോ കാൻറ്റർബറി കത്തീഡ്രലിനെ കുറിച്ചാണോ ആദ്യമായി കേട്ടത് എന്നുറപ്പില്ല. എങ്കിലും ഈ രണ്ട് സംജ്ഞയും എൻ്റെ ബോധത്തിൽ എന്നു മുതലോ ഉണ്ട്. അതിനാൽ തന്നെ കാൻറ്റർബറി എന്ന സ്ഥലത്തേക്കുള്ള യാത്ര തീർച്ചയായും പ്രാധാന്യമുള്ളതാണ്. യാത്രയുടെ പലവിധ അനുഭവങ്ങളിൽ പ്രധാനപ്പെട്ട നമുക്ക് കേട്ട് പരിചിതമായി മനസ്സിൽ സങ്കല്പിച്ചെടുത്ത ഒരു സ്ഥലത്തേക്ക് എന്നെങ്കിലും ഒരിക്കൽ ചെന്നെത്തുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം. അത്തരം ഒരാഹ്ലാദം കാൻറ്റർബറിയിലെത്തുമ്പോൾ ഉണ്ട്. ലണ്ടൻ പട്ടണത്തിൽ നിന്നും ഏകദേശം 100 കിലോമീറ്റർ തെക്ക് കിഴക്കുമാറിയുള്ള ഒരു പ്രമുഖ പട്ടണമാണ് കാൻറ്റർബറി. കാൻറ്റർബറിയിലെത്തുമ്പോൾ ഉച്ച ആയിരുന്നു. വെയിലുള്ള പകലാണ്. എങ്കിലും തണുപ്പുള്ള അന്തരീക്ഷമായതിനാൽ വെയിൽ നടത്തത്തിന് അലോസരമുണ്ടാക്കിയില്ല. കാൻറ്റർബറി കത്തീഡ്രലാണ് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് എന്നും ആംഗ്ലിക്കൻ ചർച്ച് എന്നും ഒക്കെ പറയുന്ന ക്രിസ്ത്യൻ മതവിഭാഗത്തിൻ്റെ ലോക ആസ്ഥാനം. കത്തോലിക്കർക്ക് റോം എന്നതുപോലെയാണ് ആംഗ്ലിക്കൻ സഭാവിശ്വാസികൾക്ക് കാൻറ്റർബറി. അവരുടെ ആധ്യാത്മിക നേതാവാണ് കാൻറ്റർബറി ആർച്ച് ബിഷപ്പ്. ഞാൻ തിരുവനന്തപുരത്ത് പാളയത്തുള്ള LMS പള്ളിയും അതിന് അനുബന്ധമായുള്ള ഹോസ്റ്റലും ഒക്കെ ഓർക്കുകയാണ്. ഒരുപാട് ഓർമ്മകളുള്ള സ്ഥലം. ലണ്ടൻ മിഷൻ സൊസൈറ്റി എന്ന പൂർണ്ണനാമമുള്ള പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുന്ന ഇടമാണ് അത്. ആംഗ്ലിക്കൻ സഭയ്ക്ക് കീഴിൽ വരുന്ന അത്തരം സ്ഥാപനങ്ങളുടെയെല്ലാം ഔപചാരികമായ ആസ്ഥാനത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. പക്ഷേ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് സ്ഥാപിതമാവുന്നതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ കാൻറ്റർബറിയിൽ പള്ളിയുണ്ടായിരുന്നു. ക്രിസ്താബ്ദത്തിൻ്റെ തുടക്കകാലത്ത് ഇവിടം ഒരു റോമൻ സെറ്റിൽമെൻ്റായിരുന്നു. പടിഞ്ഞാറൻ യൂറോപ്പിനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ഇംഗ്ലണ്ടിലെ പട്ടണങ്ങളിലൊന്നാണ് കാൻറ്റർബറി. ഒരു ബോട്ടിൽ കയറി ഇംഗ്ലീഷ് ചാനലിൻ്റെ ചെറിയ ഒരു സമുദ്രഭാഗം ക്രോസ് ചെയ്താൽ യൂറോപ്പിൽ നിന്നും ഇവിടേക്കെത്താം. അതിനാൽ തന്നെ റോമാക്കാർ അക്കാലത്ത് ഇവിടം അവരുടെ ഒരു താവളമാക്കി മാറ്റിയതിൽ ആശ്ചര്യമില്ല. ഇറ്റലിയിലെ കത്തോലിക്ക പള്ളികളിൽ കാണുന്ന ശില്പസമൃദ്ധിയില്ല. തെക്ക് കിഴക്കൻ യൂറോപ്പിലെ ഓർത്തഡോക്സ് പള്ളികളിൽ കാണുന്ന ചിത്രസമൃദ്ധിയുമില്ല. എന്ന് പറഞ്ഞാലും അതിഗംഭീരമായ ഒരു വാസ്തുനിർമ്മിതിയാണ് കാൻറ്റർബറി കത്തീഡ്രൽ. പല തട്ടുകളായി ശാഖകളും ഉപശാഖകളുമായി നീണ്ടു നിവർന്ന് കിടക്കുന്ന കൂറ്റൻ പള്ളി. എൻ്റെ ചെറിയ മൊബൈൽ ക്യാമറ ആ ഗാംഭീര്യത്തോട് നീതി പുലർത്തുന്നുണ്ടോ എന്നെനിക്കറിയില്ല. നേരിട്ട് കാണുമ്പോൾ നമ്മളെ സവിശേഷമായ അനുഭവതലത്തിലേക്ക് ഉയർത്തുന്ന അലൗകികത പള്ളിയുടെ ഉൾഭാഗത്തിനുണ്ട്. അത് മതപരമല്ല, ലാവണ്യപരമാണ്. മധ്യകാല യൂറോപ്പിലെ ആരാധനാലയങ്ങൾ നിർമ്മിച്ച ശില്പികൾ ആ ലാവണ്യബോധത്താൽ ഏറ്റവും പ്രചോദിതരായിരുന്നു. എന്താണ് ആത്മീയതയുടെ അന്തസത്ത എന്നവർ ആഴത്തിൽ മനസ്സിലാക്കിയിരുന്നു. ആംഗ്ലിക്കൻ സഭ സ്ഥാപിതമാവുന്നതിനു മുൻപാണ് ചോസർ കാൻറ്റർബറി ടെയിൽസ് എഴുതുന്നത്. അക്കാലത്ത് തന്നെ കാൻറ്റർബറി ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമായി മാറിയിരുന്നു. ലണ്ടനിൽ നിന്നും കാൻറ്റർബറിയിലേക്ക് നടത്തുന്ന തീർത്ഥയാത്രയാണല്ലോ കാൻറ്റർബറി ടെയിൽസിൻ്റെ ഇതിവൃത്തം. തോമസ് ബെക്കറ്റ് എന്ന ഒരു വിശുദ്ധൻ്റെ പേരിൽ 12-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഇവിടം ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമായി മാറിയിരുന്നു. ക്രിസ്തീയ സഭാചരിത്രത്തിലെ പ്രമുഖമായ ഒരു സംഭവമാണല്ലോ പോപ്പുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നുണ്ടായ ആംഗ്ലിക്കൻ സഭയുടെ സ്ഥാപനം. ഹെൻറി 8-ാമൻ്റെ കാലത്ത് 16-ാം നൂറ്റാണ്ടിലാണ് ഇത് സംഭവിക്കുന്നത്. അത് എന്തെങ്കിലും മതപരമോ രാഷ്ട്രീയപരമോ ആയ കാരണത്താലല്ല സംഭവിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. രാജാവിൻ്റെ വിവാഹമോചനം പോപ്പ് അനുവദിക്കാതിരുന്നതാണ് അദ്ദേഹത്തെ പ്രകോപിതനാക്കിയതും പുതിയ സഭ രൂപീകൃതമാവുന്നതും. ആ സഭയുടെ ആസ്ഥാനമായി കാൻറ്റർബറി മാറി. ഇംഗ്ലണ്ടിൻ്റെ കോളനൈസേഷൻ ആ മതത്തെ ലോകമാകെ പ്രചാരത്തിലാക്കുകയും ചെയ്തു. ലണ്ടൻ മിഷൻ സൊസൈറ്റി എന്ന പേരിൽ സഭയുടെ പേക്ഷിത പ്രവർത്തനങ്ങൾ നടന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പകുതിയിൽ അത്തരത്തിൽ മിഷണറി പ്രവർത്തനവുമായി കേരളത്തിലെത്തിയ പുരോഹിതനാണ് സാമുവൽ മെറ്റീർ. അദ്ദേഹത്തിൻ്റെ നേറ്റീവ് ലൈഫ് ഓഫ് ട്രാവൻകൂർ എന്ന പുസ്തകം തെക്കൻ കേരളത്തെക്കുറിച്ചുള്ള വളരെ പ്രാധാന്യമുള്ള ചരിത്രരേഖയാണ്. കാൻറ്റർബറിയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള പല സംഭവങ്ങളും അനുബന്ധമായി ആലോചനയിൽ വരും.
കാൻറ്റർബറി ടെയിൽസ് എഴുതിയ ജെഫ്രി ചോസറുടെ കാര്യമെടുത്താൽ നമുക്ക് എഴുത്തച്ഛൻ എന്നതുപോലെയാണ് ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ചോസർ. ലാറ്റിനും ഫ്രഞ്ചും ഒക്കെ സാഹിത്യ ഭാഷയായി കരുതിയിരുന്ന കാലത്ത് ഇംഗ്ലീഷ് ഭാഷ ഒരു ചെറിയ ദ്വീപിലെ സാധാരണക്കാരുടെ സംസാര ഭാഷ മാത്രമായിരുന്ന കാലത്ത് അതിനെ സാഹിത്യ ഭാഷയുടെ തലത്തിലേക്ക് ഉയർത്തിയത് ചോസറാണ്, തൻ്റെ കാൻറ്റർബറി കഥകൾ എന്ന പുസ്തകത്തിലൂടെ. ഇംഗ്ലണ്ട് ലോകം മുഴുവൻ അധിനിവേശിക്കാൻ തുടങ്ങിയപ്പോൾ ആംഗ്ലിക്കൻ സഭ ലോകം മുഴുവൻ പ്രചരിച്ചതുപോലെ ഇംഗ്ലീഷ് ഭാഷയും ഒരു ലോകഭാഷയായി മാറി. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഇംഗ്ലീഷാണ്. ഇംഗ്ലണ്ടിൻ്റെ കോളനി മോഹങ്ങൾ അവസാനിച്ച് അവർ അവരുടെ ദ്വീപിലേക്ക് മടങ്ങിയെങ്കിലും ഇംഗ്ലീഷ് ഭാഷയ്ക്കും ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിനും അങ്ങനെ ഒരു മടക്കം വേണ്ടി വന്നില്ല. സിനിയും ഞാനും ഇംഗ്ലീഷ് സാഹിത്യമാണ് കോളേജിൽ മുഖ്യ വിഷയമായി പഠിച്ചത്. ഇംഗ്ലീഷ് സാഹിത്യം പഠിച്ചവരാരും ഡോവർ ബീച്ച് മറക്കാനിടയില്ല. ഡോവർ ബീച്ച് എന്ന പേരിലുള്ള മാത്യു അർണോൾഡിൻ്റെ കവിത പഠിക്കാതെ ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇംഗ്ലീഷ് സാഹിത്യ പഠനം പൂർത്തിയാവുമായിരുന്നില്ല. ഇരുട്ടിൽ എന്തിനെന്നറിയാതെ പടവെട്ടുന്ന പടയാളികൾ എന്നൊരു വരിയിലാണ് ആ കവിത അവസാനിക്കുന്നത്. ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ കോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വരികളിൽ ഒന്നായിരിക്കാം അത്. ഞാൻ പോലും മനുഷ്യൻ്റെ വ്യർത്ഥമായ ആവേശങ്ങളെ സൂചിപ്പിക്കാൻ പലപ്പോഴും ആ വരി എടുത്തുപയോഗിച്ചിട്ടുണ്ട്. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ മാത്യു അർണോൾഡ് നിന്ന അതേ ഡോവർ ബീച്ചിലാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഡോവർ ബീച്ചിലെ പ്രധാനപ്പെട്ട പ്രകൃതി ആകർഷണം ഇവിടുത്തെ വെള്ള നിറത്തിലുള്ള ക്ലിഫുകളാണ്. ബീച്ചിലെ റോഡിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമുക്കത് കാണാം. അത്തരത്തിൽ ഒരു ക്ലിഫിന് മുകളിലുള്ള ഡോവർ കാസിൽ കാണണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ എത്തുമ്പോൾ പ്രവേശന സമയം കഴിഞ്ഞു പോയിരുന്നു. പക്ഷേ വൈറ്റ് ക്ലിഫിന് മുകളിലേക്ക് വണ്ടി ഓടിച്ച് പോകാൻ സാധിക്കും. അവിടെ നിന്നാൽ ഡോവർ ബീച്ചും പരിസരവുമൊക്കെ കാണാൻ പറ്റും. ഒപ്പം ഡോവറിലെ ചെറിയ പോർട്ടും കാണാം. ഫ്രാൻസിനോട് ഏറ്റവും അടുത്തുള്ള സ്ഥലമാണ് ഡോവർ. ഇവിടെ നിന്നാണ് ഫ്രാൻസിലേക്കുള്ള ഫെറി സർവീസുകൾ പോകുന്നത്. തുറമുഖത്തു നിന്നും ഫ്രാൻസിലേക്ക് പോവുകയും വരികയും ചെയ്യുന്ന ചെറു കപ്പലുകളെ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഡോവർ കടലിടുക്ക് എന്ന് പറയുന്ന ഈ ഭാഗത്തു നിന്നും ഫ്രാൻസിലേക്കുള്ള ദൂരം വെറും 33 കിലോമീറ്റർ മാത്രമാണ്. ഞങ്ങൾ നിൽക്കുന്ന ഇടത്തു നിന്നും അല്പം മാറിയാണ് ഇംഗ്ലീഷ് ചാനലിന് കുറുകെ UK-യെയും യൂറോപ്പിനെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള തുരങ്കപാതയുള്ളത്. അത് തീവണ്ടികൾക്ക് പോകാനുള്ള തുരങ്കമാണ്. മറ്റു വാഹനങ്ങളും തീവണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാൻ സാധിക്കും. യൂറോപ്പിൽ നിന്നും തീവണ്ടിയിലോ ഫെറിയിലോ ഇംഗ്ലണ്ടിലേക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹിക്കുന്നതിൽ ഉപേക്ഷ വിചാരിക്കേണ്ട കാര്യമില്ലല്ലോ. തീർത്ഥാടനം എന്ന് ശീർഷകം കൊടുത്താണല്ലോ ഈ ഭാഗം പോസ്റ്റ് ചെയ്യുന്നത്. അതിനാൽ അടുത്ത ദിവസം പോയി കണ്ട മറ്റൊരു പള്ളിയുടെ കുറച്ച് കാഴ്ചകൾ കൂടി പങ്കുവച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം.
ലണ്ടൻ പട്ടണത്തിന് മധ്യത്തിൽ തന്നെയുള്ള വെസ്റ്റ്മിനിസ്റ്റർ കത്തീഡ്രൽ എന്ന കത്തോലിക്ക പള്ളിയാണിത്. ലണ്ടനിലെ മറ്റ് നിർമ്മിതികളിൽ നിന്നും അല്പം വ്യത്യസ്തമാണ് ചുവപ്പ് നിറമുള്ള ഈ പള്ളിയെന്ന് പുറംകാഴ്ചയിൽ നിന്ന് തന്നെ മനസ്സിലാവും. ലണ്ടൻ പട്ടണത്തിലെ വലിയ പള്ളികൾക്കെല്ലാം റോമൻ ഗോത്തിക് ശീലങ്ങൾ കാണാനാവുമെങ്കിലും ഇത് അങ്ങനെയല്ല. ഇത്തരം വാസ്തുരീതിയെ നിയോ ബൈസൻ്റൈൻ എന്നാണത്രേ പറയുക. UK-യിലെ ഏറ്റവും വലിയ കത്തോലിക്ക പള്ളിയാണിത്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന വർഷങ്ങളിലാണ് ഈ പള്ളി നിർമ്മിക്കുന്നത്. ലണ്ടനിലെ മറ്റു പല പള്ളികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ പള്ളി ആധുനികമായ നിർമ്മിതിയാണ്. അപ്പോഴും ആശ്ചര്യം തോന്നുന്ന കാര്യം യൂറോപ്യൻ മോഡലുകളെ മാറ്റിവെച്ച് ഈ പള്ളിക്കായി സ്വീകരിച്ചിരിക്കുന്ന മെഡിറ്ററേനിയൻ ബൈസൻ്റൈൻ നിർമ്മാണ ശൈലിയാണ്. ഒരുപക്ഷെ നിലവിൽ ആംഗ്ലിക്കൻ സഭയുടേതായി മാറിക്കഴിഞ്ഞ മറ്റു പള്ളികളിൽ നിന്നും വ്യത്യസ്തമാവേണ്ടതുണ്ട് ലണ്ടൻ പട്ടണത്തിലെ കത്തോലിക്ക പള്ളി എന്ന് അതിൻ്റെ ശില്പികൾക്ക് തോന്നിയിരിക്കാം.